കൃഷ്ണ ഗുരുവായൂരപ്പ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ടതും ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടുകളുമായും ആചാരങ്ങളുമായും നേരിട്ട് ബന്ധമുള്ള 12 പ്രധാന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രമാണ് രോഹിണി. ഗുരുവായൂരിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായ അഷ്ടമിരോഹിണി ഈ നക്ഷത്രത്തിലാണ് വരുന്നത്. രണ്ടാമത്തെ നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം മഹാവിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രമാണ്. ഗുരുവായൂരപ്പൻ വിഷ്ണു സ്വരൂപനായതിനാൽ എല്ലാ മാസത്തെയും തിരുവോണം ഭഗവാന് അതീവ പ്രാധാന്യമുള്ളതാണ്. മൂന്നാമത്തെ നക്ഷത്രം അത്തമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം കൊടികേറുന്നത് കുംഭമാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ്. നാലാമത്തെ നക്ഷത്രം ഉത്രമാണ്. ഗുരുവായൂർ ഉത്സവത്തിൻ്റെ അവസാന ചടങ്ങായ ആറാട്ട് നടക്കുന്നത് മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ്. ഭഗവാൻ ഉത്സവത്തിന് ശേഷം പകർച്ചവ്യാധികൾ മാറാനും ലോക നന്മയ്ക്കുമായി കുളത്തിൽ ആറാടുന്ന പുണ്യദിനമാണിത്. അഞ്ചാമത്തെ നക്ഷത്രം തിരുവാതിരയാണ്. ശിവൻ്റെ നക്ഷത്രമാണ് തിരുവാതിര. എങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം മേടമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഘോഷിക്കുന്നത്. ആറാമത്തെ നക്ഷത്രം പുണർദമാണ്. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമൻ്റെ ജന്മനക്ഷത്രമാണ് പുണർദം. വിഷ്ണു ഭജനത്തിന് ഇത് വളരെ ഉത്തമമാണ്. 7ാമത്തെ നക്ഷത്രം ചോതിയാണ്. ഭഗവാന്റെ നരസിംഹാവതാരവുമായി ബന്ധപ്പെട്ട നക്ഷത്രമാണിത്. ദുരിത നിവാരണത്തിനായി ചോതി നക്ഷത്രത്തിൽ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത് ഭക്തർ പതിവാക്കാറുണ്ട്. 8ാമത്തെ നക്ഷത്രം പൂയമാണ്. ദേവഗുരുവായ ബൃഹസ്പതിയുടെ നക്ഷത്രമാണ് പൂയം. ഗുരുവായൂർ എന്ന പേര് വരാൻ തന്നെ കാരണം ഗുരുവും വായുവുമാണ്. ജ്ഞാനത്തിനും ഐശ്വര്യത്തിനുമായി ഭഗവാന് ഈ ദിവസം പ്രത്യേക പൂജകൾ നടത്താറുണ്ട്. 9ാമത്തെ നക്ഷത്രം ഭരണിയാണ്. ഭഗവാന്റെ മറ്റൊരു അവതാരമായ പരശുരാമൻ്റെ ജന്മനക്ഷത്രമാണ് ഭരണി. കൂടാതെ ഗുരുവായൂരിലെ ഉപദേവതയായ ഭഗവതിക്കും ഈ നക്ഷത്രം പ്രിയപ്പെട്ടതാണ്. 10ാമത്തെ നക്ഷത്രം ഉത്രാടമാണ്. തിരുവോണത്തിന് തൊട്ടുമുമ്പുള്ള ഈ നക്ഷത്രം ഗുരുവായൂരിൽ പ്രാധാന്യത്തോടെ കാണുന്നു. ഉത്സവകാലത്തെ ഉത്രാടവിളക്ക് വളരെ പ്രസിദ്ധമാണ്. 11ാമത്തെ നക്ഷത്രം ചതയമാണ്. മഹാവിഷ്ണുവിൻ്റെ വാഹനവും നിത്യദാസനുമായ ഗരുഡൻ്റെ നക്ഷത്രമാണ് ചതയം. ഭഗവാന്റെ ദാസപ്രീതിക്കായി ചതയം നക്ഷത്രത്തിൽ വഴിപാടുകൾ നടത്താറുണ്ട്. 12ാമത്തെ നക്ഷത്രം രേവതിയാണ്. 27 നക്ഷത്രങ്ങളിൽ ഏറ്റവും ശുഭകരമായ അവസാന നക്ഷത്രമാണ് രേവതി. വിഷ്ണു സൂക്ത പുഷ്പാഞ്ജലികൾ പോലെയുള്ള വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും ഭക്തർ ഈ നക്ഷത്രം തിരഞ്ഞെടുക്കാറുണ്ട്. ജ്യോതിഷപ്രകാരവും ഐതിഹ്യപ്രകാരവും ഈ 12 നക്ഷത്രങ്ങൾ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണെങ്കിലും 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ഏത് ഭക്തനും ഒരുപോലെ ആശ്രയിക്കാവുന്ന കാരുണ്യമൂർത്തിയാണ് ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പനെ നിങ്ങൾ കരുതി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഏതാഗ്രഹവും സാധിക്കുന്നതാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ.